നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഉപരോധങ്ങളിൽ വലയുന്ന ഒരു ഇടത്തരം ശക്തിയായ ഇറാനുമായുള്ള വെറും 40 ദിവസത്തെ യുദ്ധം US മിസൈൽ പ്രതിരോധ ശേഖരം ഏകദേശം കാലിയായി. ഇത് തുറന്നു കാട്ടുന്നത് അമേരിക്കയുടെ യുദ്ധ സജ്ജീകരണത്തിന്റെ പരിതാപകരമായ അവസ്ഥയാണ്. ചൈനയുമായോ റഷ്യയുമായോ ഉള്ള ഒരു തീവ്രമായ യുദ്ധമുണ്ടായാൽ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇപ്പോൾ അമേരിക്ക മുതിരുന്നില്ല. അത്രയും അപര്യാപ്തമാണ് തങ്ങളുടെ ആയുധപ്പുര എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിക്കുന്നതിന് മുമ്പ് പല പ്രതിരോധ വിശകലന വിദഗ്ധരും US ഇറാൻ യുദ്ധത്തെ ഒരു ഡേവിഡ് ഗൊലിയാത്ത് പോരാട്ടമായി തള്ളിക്കളഞ്ഞിരുന്നു. പ്രത്യേകിച്ച് സാങ്കേതികമായി മികച്ച US വ്യോമസേനയ്ക്ക് തുല്യമല്ലെന്ന് ഇറാനിയൻ വ്യോമസേനയും തള്ളിക്കളഞ്ഞു. ഇറാന്റെ കാലഹരണപ്പെട്ട വ്യോമസേനയിൽ പ്രധാനമായും 1970കളിലെ US യുദ്ധവിമാനങ്ങളായ F-4 ഫാൻഡം, F-5 ടൈഗർ, F-14 ടോംകാറ്റ് എന്നിവയും MiG-29, Su-24, ചൈനീസ് F-7 എന്നിവയുൾപ്പെടെയുള്ള ചില സോവിയറ്റ് യുദ്ധവിമാനങ്ങളും ആണ് ഉൾപ്പെട്ടിരുന്നത്. അതേസമയം US വ്യോമസേന ലോകത്തിലെ ഏറ്റവും വലുതും സാങ്കേതികമായി ഏറ്റവും പുരോഗമിച്ചതുമായ വ്യോമസേനയായും തുടരുന്നു. ഏകദേശം 1450 യുദ്ധവിമാനങ്ങൾ സജീവമായി ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഏകദേശം 200 F-22 റാപ്റ്ററുകളും 400-ലധികം F-35A ലൈനിങ് ടൂകളും ഉൾപ്പെടെ 5ാം തലമുറയിലെ സമാനതകളില്ലാത്ത സ്റ്റെൽത്ത് ശേഷിയും US വ്യോമസേനയ്ക്ക് നൽകുന്നു. എന്നാൽ മാർച്ചിൽ ഹ്രസ്വദൂര ഇൻഫ്രാറെഡ് ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് ഒരു F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ട ആദ്യ രാജ്യമായി ഇറാൻ മാറി. F-35ന് കേടുപാടുകൾ സംഭവിക്കുകയും മിഡിൽ ഈസ്റ്റിലെ ഒരു US വ്യോമത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. വിജയകരമായ ആക്രമണം $2 ട്രില്യൺ F-35 പ്രോഗ്രാമിന്റെ നിർണായകമായ ദുർബലതയെ തുറന്നുകാട്ടി. F-35ന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ റഡാറിനെ ഒഴിവാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പക്ഷേ അതിന്റെ എഞ്ചിനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉയർന്ന താപ സിഗ്നേച്ചർ മറയ്ക്കാൻ അതിന് കഴിയില്ല. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ഇറാന്റെ കൈവശം ഏകദേശം 35 മുതൽ 50 F-5 ജെറ്റ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിമാനങ്ങൾക്ക് 5 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന് കണക്കിലെടുക്കുമ്പോൾ യുദ്ധസമയത്ത് ഇറാൻ ഈ ജെറ്റുകൾ ഉപയോഗിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നുമില്ല. ഈ വിശ്വാസം ഒരുപക്ഷെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US സൈനികരിൽ അമിത ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും നൽകിയിരിക്കാം. ആധുനിക വ്യോമയുദ്ധത്തിൽ സാങ്കേതിക മികവ് നിർണായകമാണെങ്കിലും വൈദഗ്ധ്യം മെച്ചപ്പെടുത്തൽ, സമയനിഷ്ഠ, വഴികാട്ടൽ, വഞ്ചന, എതിരാളിയുടെ അലംഭാവം എന്നിവയാൽ ഇറാൻ മുന്നേറി എന്ന് തന്നെ പറയേണ്ടി വരും. പരിമിതമായ വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇറാൻ തങ്ങളുടെ ശക്തിയേക്കാൾ വളരെയധികം ആക്രമണം നടത്തുകയും മേഖലയിലെ US സൈനിക ആസ്തികൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. USന്റെ ഉയർന്ന അഭിമാന പ്ലാറ്റ്ഫോമുകളെ പോലും ലക്ഷ്യം വെച്ചുകൊണ്ട് US ആയുധ സംവിധാനങ്ങൾക്ക് ദീർഘകാല സൽപ്പേരിന് നാശവും വരുത്തിവെച്ചു. കൂടാതെ 40 ദിവസത്തെ ഇറാൻ യുദ്ധത്തിൽ US നിലവിലുള്ള SM-3 മിസൈൽ ശേഖരത്തിന്റെ 64% ചെലവഴിച്ചു. ടൊമാഹോക്ക് ശേഖരത്തിന്റെ 47% ചെലവഴിച്ചു. JASSM-ER സ്റ്റോക്കുകളുടെ 48% ചെലവഴിച്ചു. പെന്റഗണിന്റെ യുദ്ധ സിദ്ധാന്തം ഇപ്പോഴും ഒരു ശീതയുദ്ധ മാനസികാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യങ്ങളുടെ ആയുധപ്പുരയിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന് പോലും ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുമുള്ള ആധുനിക യുദ്ധത്തിന് ഇത് അനുയോജ്യമല്ല. ഇതോടെ പരിഭ്രാന്തരായ അമേരിക്ക മിസൈൽ വിതരണക്കാരോട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉൽപ്പാദന നിരക്ക് ഇരട്ടിയാക്കാനോ 4 ഇരട്ടിയാക്കാനോ ആവശ്യപ്പെടുന്നു. 2027 സാമ്പത്തിക വർഷത്തെ ബജറ്റ് രേഖകൾ പ്രകാരം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദന സ്ഥിരത നിലനിർത്തുന്നതിനുമൊപ്പം ചെലവ് കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനായി പ്രധാന വെണ്ടർമാരുമായി നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുന്നതിനുമുള്ള ഭാഗമായി പെന്റഗൺസ് മ്യൂണിഷൻസ് ആക്സിലറേഷൻ കൗൺസിൽ MAC 12 പാരമ്പര്യ യുദ്ധ ഉപകരണങ്ങൾക്കും 2 ഉയർന്നുവരുന്ന യുദ്ധോപകരണങ്ങൾക്കും ലക്ഷ്യമിടുന്നു. യുദ്ധസജ്ജത നിലനിർത്തുന്നതിനായി പെന്റഗണിന്റെ MAC ഇപ്പോൾ ഏറ്റവും നിർണായകമായ 14 യുദ്ധ സംവിധാനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വ്യോമ പ്രതിരോധ മിസൈൽ ഇന്റർസെപ്റ്ററുകൾക്കാണ് ഏറ്റവും മുൻഗണന. അടുത്ത 7 വർഷത്തിനുള്ളിൽ ഈ നിർണായക യുദ്ധോപകരണങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം ഇതുവരെ കമ്പനികളുമായി അവരുടെ നിർമ്മാണ സൗകര്യങ്ങളിൽ നിക്ഷേപിക്കുന്നതിനായി നിരവധി ചട്ടക്കൂട് കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. ആ കരാറുകളിൽ PAC-3 ഇന്റർസെപ്റ്ററുകൾ, JASSM-ER, PRSM THAAD, PAC-3 ഇന്റർസെപ്റ്ററുകൾക്കുള്ള സീക്കറുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച പെന്റഗണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പ്രതിരോധ വകുപ്പിന്റെ കൺട്രോളറുടെ ചുമതലകൾ വഹിക്കുന്ന ജൂൾസ് J. ഹെർസെറ്റ് ആ ഡോളറുകൾ വർഷങ്ങളോളം വ്യാപിപ്പിച്ച് 1-ലധികം വർഷത്തെ കരാറുകളിൽ ഒപ്പിടുക എന്നതാണ് പദ്ധതിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.